ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റമദാനായിട്ട് പുതിയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വേറെ ഒന്നും കണ്ടല്ല, ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്ന്, അതുകൊണ്ടാണ്. ഇത് റമദാനിൽ പിന്നെ എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്യാതെ കാണാം. ഞാൻ 10 മണി തുടങ്ങാൻ വെള്ളം വെക്കിടാൻ മറക്കിട്ടോ. വേണ്ട, നൂൽപുട്ടായ മതി എന്ന് പറഞ്ഞപ്പോൾ നൂൽപുട്ടാക്കാൻ തീരുമാനിച്ചിരിക്കണം. അത്താഴത്തിന് നീറ്റപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട്, അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കി എടുക്കണം. അതുകൊണ്ട് ഒരു സമൂസക്കും കുറച്ച് എടുക്കാൻ വിചാരിച്ച് കുക്കറിലിടാൻ പോവാണ്. ഗ്രീൻ പീസ് തന്നെയാണ് കേട്ടോ കറിയും വെക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് സമൂസ വേണമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒന്നുമില്ല ഉണ്ടാക്കാൻ, അപ്പോൾ അതിൽ നിർത്തി ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് ഞാൻ ഉപ്പിടാണ്. നമ്മളിവിടെ ക്വാർട്ടേഴ്സ് അടുത്തടുത്തായതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിച്ചറിയാം എന്താ പലഹാരം ഉണ്ടാക്കി. കുട്ടികൾക്ക് ഇനി പത്തിരിയും കാര്യങ്ങളൊന്നും അല്ല വേണ്ടി, പലഹാരങ്ങളാണ് വേണ്ടി. വിട്ട് വരുമ്പോൾ വഴിയിൽ പലഹാരങ്ങളൊക്കെ വിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടാണോ മോൻ വന്നത്. പിന്നെയാണെങ്കിൽ പലഹാരങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. നോമ്പ് സമയമാകുമ്പോൾ നല്ല സീസണാണല്ലോ. അയൽവാസികൾ പുറത്തുനിന്നാണ് പലഹാരം വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് വാങ്ങണ്ടേന്ന് പറയുമ്പോൾ മൂപ്പര് ഇവിടെ കുറേ നിന്ന് ചിണുങ്ങിയാണ്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കുറേ കേട്ട് പോയതാണ് പുറത്തേക്ക്. കുക്കറിൽ ഞാൻ ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ച് കേട്ടോ, അതിലൊന്നും ഇട്ടിട്ടില്ല. കാരണം വെന്തിട്ട് ഇങ്ങോട്ട് കോരിയെടുക്കുക വിചാരിച്ച്. പൊടി ഞാൻ ചൂടാറാൻ വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്ത്, നൂലുപൊട്ടല്ലേ അതിന് ഞാൻ വെള്ളം ചൂടാക്കാനും വെച്ച്. ആദ്യത്തെ ദിവസം പത്തിരി എന്നുള്ളതിനൊന്നും കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസം പത്തിരി ചെയ്യുമ്പോൾ പിന്നെ ഓല തന്നെ പറയും, കുട്ടികൾ തന്നെ പറയൽ നിർത്തി മടുപ്പ് പോലെ. അപ്പോൾ ഇനി അങ്ങോട്ട് പത്തിരി ആക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ ഞാൻ മാവ് ചുറ്റിച്ചെടുത്തിട്ട് ആവിയിൽ വെച്ച് വേവിക്കണം കേട്ടോ. എത്ര പണിയില്ല എന്ന് പറഞ്ഞാലും നോമ്പിനാണ് ഏറ്റവും കൂടുതൽ പണി. പിന്നെ ആണെങ്കിൽ ചൂട്, എന്തായാലേ ചൂട്. ഓരോ ദിവസം കഴിഞ്ഞ് പോണേനെ അള്ളാനെ സ്തുതിക്കണം. അന്തില്ലാതെ പറയും നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ചൂട്. നോമ്പ് തുറന്നാലാണ് അധികം ചൂട്. അതാ നൂൽപുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ തേങ്ങ അരയ്ക്കാൻ വേണ്ടി മിക്സിൻ്റെ ജാറിലൊക്കെ തേങ്ങ ഇട്ടിട്ടാണ്. ഗ്രീൻ പീസിൻ്റെ കറിയിൽ ഗ്രീൻ പീസൊന്നും ഇല്ല മക്കളെ, എന്താ പറയുക. നോക്കി ഞങ്ങൾ ഞാൻ ഇളക്കുമ്പോൾ കടൽ വെള്ളം പോലെ ഉണ്ട്. ഓൾക്കൊരു ആഗ്രഹമാണ് പച്ചക്കറി സമൂസ തിന്നണമെന്നുള്ളത്. നമുക്കിപ്പോൾ എന്നും വാങ്ങാനൊന്നും കഴിയില്ലല്ലോ. ചായൻ്റെ വെള്ളം തളിച്ച് ഞാൻ ആ കറിക്ക് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച പാത്രത്തിൽ തന്നെ ഞാൻ ഉള്ളി വാട്ടാൻ വെച്ചിട്ടോ. ഉള്ളിയും പിന്നെ ചെറിയൊരു ക്യാരറ്റും ഉണ്ടേനി, അതും ഞാനൊന്ന് ചിരണ്ടി വെച്ചു. 2 പച്ചമുളകും പിന്നെ ചെറിയൊരു തക്കാളി 4 കഷ്ണമാക്കിയിട്ട് അതിലൊരു ചെറിയൊരു കഷ്ണം ഇട്ടു. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ വെളുത്തുള്ളി. ഒന്നും അധികം ഇട്ടില്ല, കാരണം ഈ പച്ചക്കറി സമൂസ ആയതുകൊണ്ട് ചോയ മാറണ്ട വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാൻ കേട്ടോ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ. എല്ലാം കുറച്ച് ഇട്ടിട്ടുള്ളൂ. നോമ്പിൻ്റെ ആ ടൈമിൽ അധികം രുചികളൊന്നും തിന്നാൻ പറ്റില്ലല്ലോ. എണ്ണ പലഹാരം ആയതുകൊണ്ട് മേലക്ക് എടുക്കേണ്ട വെച്ചിട്ട് പണി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് മൈദമാവ് എടുത്ത് കുഴച്ച് വെച്ചു കേട്ടോ. പിന്നെ സമോസ ഷീറ്റൊന്നും ഇല്ല, മൈദ പരത്തിയിട്ട് അതിൽ ഞാൻ അച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടാണ്. മൈദമാവ് പിന്നെ മറ്റുള്ള പൊടികളെ പോലെ അല്ലല്ലോ, അങ്ങനെ പരത്തി വെക്കാനും പറ്റില്ല. അപ്പോൾ പരത്തലും ഉണ്ടാക്കലും പൊരിക്കലൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതാണ് എൻ്റെ കൈമിൽ ആ മാവൊക്കെ കാണുന്നത്. പിന്നെ എല്ലാവരെയും പോലെ ചടപടാന്ന് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ ചടപടാച്ചിട്ട് സംസാരിച്ച് നിൽക്കുകയാണ്. ഞാനതൊക്കെ സൈലൻ്റ് ആക്കിയതാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ നല്ല ഉണ്ട്. ഇനി അതൊക്കെ ഞാൻ സൈലൻ്റ് ആക്കി ഞാൻ വേറെ വോയിസ് കൊടുത്തതാണ് കേട്ടോ. സമൂസം ഞാൻ ഓരോന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം 6:15 ഞാൻ 4:30 കഴിഞ്ഞതിന് ശേഷമാണ് പണി തുടങ്ങിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. ഏകദേശം ഇപ്പോൾ നോമ്പ് തുറക്കാനായി. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു കേട്ടോ.